ആളൊരു കോമാളി മാത്രല്ല, കോമാളി അല്ല, സോറി ഞാൻ അങ്ങനെ കോമാളി അല്ല, സോറി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കോമാളി മാത്രല്ല, അത് ട്രോൾ ആവട്ടെ, എന്നെ സ്ലിപ്പ് ഓഫ് ടാഗ് അത് ട്രോൾ ആയിക്കോളൂ, ട്രോൾ ആയിക്കോളൂ, ട്രോൾ ആയിക്കോളൂ, ട്രോൾ ആയിക്കോളൂ. കോമാളി അല്ല, കോമാളി മാത്രല്ല, കോമാളി മാത്രല്ല, അത് ട്രോൾ ആവട്ടെ, കളയണ്ട കളയണ്ട. ചിലപ്പോ ഇത്രയും പറഞ്ഞില്ല ഏറ്റവും വൈറലാണ് ഇതായിരിക്കും. ആള് മണ്ടർ മാത്രല്ല, പൊട്ടറുമാണ് പറഞ്ഞോളെ. നിങ്ങൾ ജയിലിൽ പോയോ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് ചോദിക്കണം. പോലീസുകാർ എത്ര അടി വന്നു ഇതൊന്നും നടന്നിട്ടില്ല, ജസ്റ്റ് വിളിച്ചൊരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. അത് ആരാണ് വീട്ടിൽ ഇട്ടെന്ന് മനസ്സിലാവണില്ല. എന്റെ ശത്രുക്കളെ ആഘോഷിക്കുകയെ ഇപ്പോൾ മോളെ പറയുന്നത് പുനരാണം ചെയ്യുന്നത്, അങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ താമസിക്കാനേ പറ്റില്ല, വളരെ പ്രജല ഗാഡികൾ പലപ്പോഴും പറഞ്ഞാണ്. അത് ഗവൺമെന്റിന്റെ ഫോൾട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാർ വളരെ പൊക്കി പറയണം, പക്ഷെ മുല്ലപ്പെരിയാർ ആക്ച്വലി ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. സിവിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അവിടെ അത്ര പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഭയങ്കര ഒരുപാട് ഫ്രസ്ട്രേഷൻ തോന്നും, ലൈഫിലൊന്നും ആവാത്തതിൻ്റെയും ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷനും ഭയങ്കര സാഡിസ്റ്റല്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എൻ്റെ 80s 90s നമ്മൾ ക്രിക്കറ്റ് കണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരു സാഡിസ്റ്റിക്കാണ്. സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റാണ്, ജെന്യൂൻ ആവണം. ജെന്യൂൻ ആണല്ലോ, ഇപ്പോൾ ലാലേട്ടനുള്ള പണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് കാശ് പോയിട്ടുണ്ട്. ജെന്യൂനാണ് ഉറപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. ഹലോ എവ്രി വൺ, അപ്പം നമ്മൾ വീണ്ടും ആറാട്ടനായിട്ട് എത്തിയിരിക്കുകയാണ്. സന്തോഷേട്ടാ, വെൽക്കം ടു മാത്സ് ചെക്ക് മീഡിയ. അപ്പം നമ്മൾ വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് അത് സംസാരിച്ചിട്ട് കുറേ നാളെ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച വളരെ കഷ്ടകാലമായിരുന്നു, അസുഖം പിടിച്ച് കിടപ്പായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കേസിൻ്റെ ഇതിൽ വന്നു. കേസല്ല, ജസ്റ്റ് വാങ്ങിച്ചില്ല, അത്രയേ ഉള്ളൂ. അത് പക്ഷേ മീഡിയയിലെ പ്രൊജക്റ്റ് വേദിയിലാണ്, എന്ത് അറസ്റ്റ് ചെയ്തെന്നോ കൊണ്ടുപോയെന്നോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു വാണിംഗ് മാത്രം. പുരാഗിനെ നന്നായി, അവിടെ കഴിഞ്ഞല്ലോ. അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനിപ്പോ എന്ത് പോസ്റ്റ് ഇട്ടല്ല എന്തിട്ടാ അടിയിൽ ചെയ്തത് ഇങ്ങനെയാണ്. യൂട്യൂബർ പോലീസ് താക്കീത് കൊടുത്തു, അറസ്റ്റ് ചെയ്തോ, ജയിലിലായിരുന്നു, ജയിലിൽ ബിരിയാണി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ശരിക്കും അതൊക്കെ സത്യമുള്ള കേസാണോ? കാരണം സത്യം പറഞ്ഞാൽ ബാല കംപ്ലൈന്റ് കൊടുത്തു, എന്നെ വിളിച്ചു, അവിടെ വാങ്ങി ചെയ്തു, അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തപ്പോ പറഞ്ഞ കാര്യങ്ങള് കുറെ ഇൻസൾട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നില്ലേ? സിനിമാ ഫീൽഡിൽ നടക്കുന്ന പല കാര്യം നമ്മൾ പറയുമ്പോഴേക്കും എന്തൊക്കെയാണ്. ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുമല്ലോ, 63 പേജാണ് ഡിലീറ്റ് ചെയ്തത്. അല്ലല്ല എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കണം. ഈ പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അവർക്ക് പണവും ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് എന്തും ചെയ്യാം. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ആണെങ്കിലും സന്തോഷമായിട്ട് ഇറക്കി. ആ ഒരാഴ്ച വളരെ മോശമായിരുന്നു, അസുഖം വന്ന് കിടപ്പായിരുന്നു. ഒപ്പം ഈ ന്യൂസ് ഭയങ്കര ബാഡ് ടൈമിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്തും ഭയങ്കരമായിട്ട് ആൾക്കാർ കമന്റ്സ് മുഴുവൻ അങ്ങനെയല്ലേ, കമന്റ്സ് മുഴുവൻ ഇങ്ങനെയല്ലേ. നിങ്ങൾ ജയിലിൽ പോയോ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് ചോദിക്കണം. പോലീസുകാർ എത്ര അടി വന്നു ഇതൊന്നും നടന്നിട്ടില്ല, ജസ്റ്റ് വിളിച്ചൊരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. അത് ആരാണ് വീട്ടിൽ ഇട്ടെന്ന് മനസ്സിലാവണില്ല. എൻ്റെ ശത്രുക്കളെ ആഘോഷിക്കുകയെ പലപ്പോഴും ഇങ്ങനത്തെ പല എന്താ പറയാ ഓരോ ക്രഷിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുഴപ്പം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ മീഡിയ നടത്തുന്നവർക്ക് അറിയാം, ആർക്കും നല്ലത് വേണ്ട, എല്ലാവർക്കും നെഗറ്റീവ് വേണ്ടത്. റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ഇനിയിപ്പോ എന്റെ റീച്ച് പോകാതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. കാരണം ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് വേണം, ആർക്കും നല്ലത് വേണ്ട. പക്ഷെ റീച്ചിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് മസാല. ഞാൻ പണ്ട് ഒരു ഫിലോസഫിയിലായിട്ട് 800 കോടി ബുക്ക് ചെയ്തതാണ്, ഭയങ്കര ഫിലോസഫിയിലായിട്ട്. ആരും അത് വായിച്ചില്ല. അപ്പൊ അന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഇതിന്റെ എന്തെങ്കിലും വിറ്റ് പോകണമെങ്കിൽ മസാല വേണോ, അങ്ങനെ മസാല ആഡ് ചെയ്തതാണ്. മസാല ആഡ് ചെയ്ത് കറിയുടെ മസാല കൂടിപ്പോയി. ഇനിയില്ല ഇനി ചെയ്താൽ പറ്റേ, എനിക്കൊരു ഭയങ്കര പണിയായിരിക്കാം. ഇനിയൊരു മസാലയില്ല, റീച്ച് പോയാലും കുഴപ്പമില്ല. താക്കീത് മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെ അറസ്റ്റ് ഒന്നും അതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നല്ലേ പറയുന്നത്. വാങ്ങി ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഇഷ്യൂ സിറ്റുവേഷനെല്ലാം അറിയാലോ, വയനാട്ടില്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? കാരണം ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. ഈ ദുരന്തം ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയേണ്ടായിരുന്നു ഇത് പണ്ടേ വാഞ്ചറാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ഇപ്പോൾ അത് അവർ കുറ്റം പറയണ്ട. ഇപ്പം എങ്ങനെയാലും രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് അവിടെ. ആ സ്ഥലത്തിൽ വന്നപ്പോൾ
അവിടെ ഈ കുറേ പ്ലാന്റേഷൻ പിന്നെ കുറേ ക്വാറി ഇതെല്ലാം ഉണ്ട്. വളരെ ഫ്രജൈലായിട്ടുള്ള ഏരിയ ആണ്, അവിടെ ഇത് പറ്റില്ല. ശരിയാ. ഇപ്പോൾ മോളെ പറയുന്നത് പുനരാളും ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ താമസിക്കാനേ പറ്റില്ല. വളരെ ഫ്രജൈലായി. അത് ഗാഡ്ഗിൽ പലപ്പോഴും പറഞ്ഞാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ട് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാർ വളരെ പൊക്കി പറയണം, പക്ഷേ മുല്ലപ്പെരിയാർ ആക്ച്വലി ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. സിവിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അവിടെ അത്ര പ്രശ്നമില്ല. പണ്ട് പി ജി ജോസഫ് പോലുള്ള ആൾക്കാരെല്ലാം രാഷ്ട്രീയക്കാരെല്ലാം ഇതിൻ്റെ പേരിൽ പറഞ്ഞ് മലയാളികൾ തമിഴന്മാർ വന്ന് മലയാളി കൂലികൾ ചെയ്തതാണ്, രാഷ്ട്രീയപരമായിട്ടാണ്. ടെക്നിക്കലി ഇപ്പോഴും 50 വർഷം മറ്റു 125 വർഷമായില്ലേ. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ ഇഷ്യൂ ഇതായിരുന്നു. ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്, പണ്ട് കേട്ടിട്ട് പോലും ഇല്ല. പുള്ളി പലപ്പോഴും റിപ്പോർട്ട് കൊടുത്താണ്. ഇത് നമ്മുടെ ആളുകളുടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്റ്റോൺ ഉണ്ടായതാണ്. ഇനിയും പലയിടത്ത് വരാം. ഇവിടെ ഈ കൊച്ചു നെസ്റ്റിൽ റഡാറുള്ള ഇവിടുത്തെ ആളുകൾ പറയണ്ടായിരുന്നു, ഈ 2019 ഫ്ലഡിൻ്റെ അതേ ഫോമാറ്റ് വരുന്നത് ഇനിയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ നടക്കാം. അപ്പോൾ ആളുകൾ മാറി താമസിപ്പിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഈ വെതർ കാസ്റ്റിംഗ് റിപ്പോർട്ടൊക്കെ കണ്ടായിരുന്നോ ആ സമയത്ത് നടക്കുന്ന തലേദിവസം ഇവിടെ കൊച്ചു നെസ്റ്റിലൊരു റഡാർ അവരൊരു വാണിംഗ് കൊടുത്തായിരുന്നു, എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്ലാന്റേഷൻ ഒന്നും പറ്റില്ല, ഇവിടെ അത്രയ്ക്ക് ഫ്രജൈലായിട്ടുള്ള ഏരിയ. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം എന്തെങ്കിലും? നമുക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ വലിയ കോടികളൊന്നുമില്ല, സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മുടെ ഫേസ്ബുക്കിലെല്ലാം ഇടാം, കുറേ പേര് കാണുന്നുണ്ട് ഫേസ്ബുക്കിലിടാം. അതിനെക്കുറിച്ച് ഞാൻ ടെക്നിക്കലായിട്ടുള്ള പറയാം. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും അറിയാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ന്യൂസ് ഇപ്പോൾ ഓൺലൈനൊക്കെ എടുത്താലും പലരും പല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. അല്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ പലരും പല രീതിയിൽ നെഗറ്റീവ് കമന്റ്സും ഈ ചെയ്യുന്ന ആൾക്കാരെതിരെ മലയാളി ഓഡിയൻസ് കുഴപ്പമില്ല, ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ തോന്നിയിരിക്കുന്നത്? ഈ ഇപ്പം ഈ അടുത്ത് മോഹൻലാൽ കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ എല്ലാ ആളുകള് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ഗുണം പറഞ്ഞു ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് വേറെ നോക്കില്ല, അല്ലാത്തപ്പോൾ എല്ലാം അടിയിടിയും ഇങ്ങനെ ചെയ്യാം. അല്ല, ഇപ്പോൾ ഈ അടുത്താണെങ്കിലും ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. മോഹൻലാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വയനാട്ടിൽ. എന്റെ കൂട്ടുകാരൻ ചെയ്താൽ ക്രിട്ടിസൈഡ് ആവശ്യം എന്താ? പുള്ളിയുടെ അവർ വിളിച്ചിട്ടല്ലേ പോയത്. ശരിക്കും ഒരു ആളുടെ ഫാൻ ബേസ് ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഫാൻസ് ഉണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ ഫാൻസ് ഒരുപാട് വെൽഫെയർ വർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് അവിടെ പോയി കുറേ നേരം പോയി നല്ല കാര്യമാണ്. അപ്പൊ അതെ, ഇങ്ങനെ നെഗറ്റീവ് ഫാൻസ് ഇങ്ങനെ ക്രിട്ടിസൈസ് ഇവർ എന്ത് ചെയ്താലും പ്രശ്നമാണ്, സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഞാനും അനുഭവിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവേ വരുള്ളൂ. നെഗറ്റീവാണ് എല്ലാവരും. അത് മലയാളി ഓഡിയൻസ് മാത്രമാണെന്ന് അറിയില്ല, എല്ലാം നെഗറ്റീവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനോഭാവം എല്ലാവർക്കും വരുന്നത്? കാരണം ഇവിടുത്തെ ആളുകൾ ഇപ്പം ഭയങ്കര ഒരുപാട് ഫ്രസ്ട്രേഷൻ തോന്നും, ലൈഫിലൊന്നും ആവാത്തതിൻ്റെയും ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര സാഡിസ്റ്റല്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എൻ്റെ 80s 90s നമ്മൾ ക്രിക്കറ്റ് കണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ വേദനിപ്പിച്ച സാഡിസ്റ്റിക് ആണ്. മറ്റുള്ള അങ്ങനത്തെ എൻജോയ്മെന്റ് ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിന് സാഡിസ്റ്റിക് മനോഭാവം എന്നാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം നമ്മൾ എന്ത് നല്ല ചെയ്താലും എന്ത് ചെയ്താൽ തെരുവിളിയാണ്, എന്ത് ചെയ്താൽ നല്ല ഒരു സാഡിസ്റ്റും ഉണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക. അപ്പം ഞാൻ തന്നെ ലുലുമാളിൽ പോകുമ്പോൾ പല പിള്ളേരാണ് കളിയാക്കി ചിരിക്കുന്നു. ഞാൻ അന്നൊരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഞാനിപ്പോൾ അവരുടെ ഐ കോണ്ടാക്ട് കൊടുക്കാറില്ല. എനിക്ക് ഞാൻ കുറ്റം പറയുന്നതല്ലേ, 2000 കഴിഞ്ഞ ആൾക്കാർ പിള്ളേർ ടെക്നോളജി വളരെ കൂട്ടാണ്, കമ്പ്യൂട്ടറിലെല്ലാം കൂട്ടാണ്, പക്ഷെ അവർക്ക് മനുഷ്യരായിട്ട് ഇടപെടുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നമുണ്ട്. എന്നെ ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചാണ്, ഭൂരിഭാഗം ആൾക്കാർ കളിയാക്കലാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ഇപ്പൊ സാഡിസ്റ്റിക് മനോഭാവം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് മനോഭാവം മലയാളി ഓഡിയൻസിൽ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു മറ്റേ ഫോറിനിലെല്ലാം ഇങ്ങനെ അറിയില്ല, അവിടെ ഇത്രയും മോശം കമന്റ്സ് ഇല്ല. ഈ മലയാളി ഓഡിയൻസ് മലയാളികളാണ് വളരെ മോശം. കാരണം നമ്മുടെ പേരൻസിലേക്കാണ് ഇത് വിളിക്കുന്നത്. അവർക്ക് ദേഷ്യമെങ്കിൽ എന്നെ വിളിച്ചോ, എന്തിനാ പേരൻസിനെ വിളിക്കുന്നത്? വളരെ മോശം ലാംഗ്വേജും വളരെ ഞാനിപ്പോൾ കമന്റ്സ് വായിക്കാറില്ല, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് പലർക്കും ഡിപ്രഷനും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് കമന്റ്സിനെ പറ്റി പറഞ്ഞാലോ, ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് പലപ്പോഴും കമന്റ്സ് വരാറുണ്ട്. യൂട്യൂബിൽ കുറച്ച് കുഴപ്പമില്ലാത്ത കമന്റ്സ് വരുന്നുണ്ട്, പക്ഷേ ഫേസ്ബുക്കിൽ ഭയങ്കര മോശമാണ്, ഒരു നല്ല കമന്റ് പോലും വരില്ല. പക്ഷെ ഞാൻ മുന്നേ ചെയ്തതാണ് കുറച്ച് മുന്നത്തെ വീഡിയോ, പക്ഷെ അടുത്ത് ഞാൻ കാണുന്നത്
ഇപ്പൊ നമിത പ്രമോദാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാങ്ക് കോളൊക്കെ അത് കുറെ പ്രാങ്ക് കോൾ വന്നിട്ടുണ്ട്, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നമ്മൾ പോസിറ്റീവ് അതൊക്കെ പോസിറ്റീവ് ആയിട്ട് ട്രോളും പോസിറ്റീവ് എടുക്കണം. ട്രോൾ ഇപ്പൊ നമ്മളെ എന്റെ ട്രോൾ ഞാൻ കണ്ട് ചിരിച്ചത്. എന്നാലും ഒരാള് വിളിച്ചിട്ട് ഇങ്ങനെ കോമാളിയാക്കുന്ന ഒരു കോമാളിയല്ല, സിറ്റുവേഷൻ ഒരു വരുമ്പോ ഫൺ തമാശ രീതിയിൽ എടുത്താൽ അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷെ ആദ്യത്തെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ കമന്റ്സ് വായിക്കാൻ നെഗറ്റീവ് ആയിട്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ അത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തോന്നിയിട്ട്. അങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം തെറിവിളിയാണ്. എന്നാലും നേരിട്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അലിഞ്ചേഴ്സിനല്ലേ? ഈ തെറിവിളി കൂടുമ്പോഴാണ് പോപ്പുലാരിറ്റി കൂടുന്ന പറയുന്നത്. അല്ല, ഇവിടെ പോസിറ്റീവ് പോപ്പുലാരിറ്റി സംഭവമില്ല ഒരിക്കലും. നെഗറ്റീവ് വന്നാലാണ് പോപ്പുലാരിറ്റി. ബെസ്റ്റ് എക്സാമ്പിൾ മോഹൻലാൽ തന്നെ. ഇപ്പൊ അവിടെ വയനാട്ടിൽ പോയപ്പോ എന്തൊക്കെയാ പറയുന്നത് ആൾക്കാർ, അവര് വിളിച്ചിട്ട് പോലെ എന്നിട്ടാണ് ചെയ്താണ് എന്തൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് 2000 കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷമാണ് ഇങ്ങനെ ഫിനോമിന വന്നത്. സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം സച്ചിന്റെ കളി കണ്ടും ആൾ കണ്ടാണ് എൻജോയ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയിരുന്നു, ക്രിക്കറ്റ് കളിച്ചും. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ആരും സ്പോർട്സ് ആകണമെന്നില്ല, ഫുൾ ടൈം മൊബൈലിനുള്ളിൽ ഇങ്ങനത്തെ നെഗറ്റീവാണ്. അതന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിന് മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. ശരി, കാലഘട്ടത്തിന് മാറ്റം വന്നല്ലോ. അപ്പൊ ഈ കാലഘട്ടം മാറുന്തോറും ഇനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. ഇതിനെല്ലാം ബേസിക്കലി വേണ്ട എത്തിക്സ് എന്ന് പറയും. നമുക്ക് എന്ത് ടെക്നോളജി എന്ത് വന്നാലും അത് മര്യാദയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു എത്തിക്സ് വേണം. ഫിലോസഫിയിൽ ഉണ്ടാക്കേണ്ട അല്ല, ഫാമിലിയിലും സ്കൂളിലെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. അതില്ലെങ്കിൽ എന്ത് വന്നിട്ടും കാര്യമില്ല. എല്ലാത്തിനും ബേസ് എത്തിക്സ് ആണ്. അതില്ലാത്ത പ്രശ്നം. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോൾ ആൾക്കാർ കമ്പ്യൂട്ടർ ആയാലും ടെക്നോളജി ആയാലും ആർട്ടിഫിഷ്യൽ എന്താണെങ്കിൽ എത്തിക്സ് ആർട്ടിഫിഷ്യൽ ആൾക്കാർ വാങ്ങി ചെയ്യുന്നത് പാടില്ല, അവിടെ എത്തിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇപ്പൊ ഫിലോസഫി ഒക്കെ ആണല്ലോ ബേസ്. അപ്പൊ അതില് ആ ഒരു ഫിലോസഫിനെ പറ്റിയിട്ട് ഞങ്ങളോട് ഫിലോസഫിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രായോഗിക്കാൻ പറ്റുള്ളൂ. സ്റ്റോയിസിസം എന്ന് പറയും. എനിക്കത് ഇല്ല, നമ്മൾ ഇമോഷണൽ ആവാതെ ചില ഇപ്പൊ സന്തോഷത്തിന് വരുമ്പോൾ ഭയങ്കര സന്തോഷം, ദുഃഖം വരുമ്പോൾ ഭയങ്കര ദുഃഖം, അതല്ലാതെ മിഡിൽ പാത്ത്, അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നാച്ചുറലിസം എന്ന സംഭവമുണ്ട്. നമ്മൾ ഈ മനുഷ്യരെ മാത്രമല്ല, ഈ പ്രകൃതിയിലുള്ള പ്ലാന്റ്സ് ആനിമൽസ് എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒരു ബ്രോഡായിട്ടുള്ള അപ്രോച്ച് നാച്ചുറലിസം എന്ന് പറയും. അതും വേണം. ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള കുഴപ്പമാണ് മൃഗങ്ങളെ കൊല്ലുന്ന നമ്മുടെ ഫുഡാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ പ്രകൃതി പ്ലാന്റ്സും ആനിമൽസും മനുഷ്യരെ എല്ലാം കമ്പൈൻ ചെയ്ത നാച്ചുറലിസം പറയും, അതും വേണം. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ഫിലോസഫി ആപ്ലിക്കേഷൻ വരാത്ത സ്ഥലമില്ല. എല്ലാ സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ലൈഫിലെ എല്ലാ ഫേസിലും ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും അധികം ആൾക്കാർ റിസ്ട്രിക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ സെർച്ച് ഫോർ ട്രൂത്ത് ആയതുകൊണ്ട് കള്ളന്മാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതും അക്കാഡമിക്സിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ്. കാരണം ഇത്രയും ആപ്ലിക്കേഷനിൽ വേറെ സബ്ജക്റ്റ് ഇല്ല, കാരണം എല്ലാം ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. PhD ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മെയിൻ സബ്ജക്ട് ഫിലോസഫി ഓഫ് സയൻസ് ആണ്. ഞാൻ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ മാസ്റ്റേഴ്സ് ഫിലോസഫി ചെയ്തു. ഓട്ടോ ഇൻട്രസ്റ്റ് പോയതാണ്. സ്കോളർഷിപ്പ് ഫിലോസഫിയിലുണ്ട്, പുറത്തുള്ള അമേരിക്ക ഫുൾ ബ്രൈഡ് കുറേ സ്കോളർഷിപ്പിലുണ്ട്. എനിക്കിപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ട്, ഉണ്ട്. പക്ഷേ വീട്ടിലെ പേഴ്സണൽ കാര്യം കൊണ്ടുപോയി ഇവിടെ നിൽക്കണം, മദറിനെ നോക്കാൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ IIT അഡ്മിഷൻ കിട്ടിയാൽ ഒന്ന് പോകാനാണ്. IIT പോയെങ്കിൽ കേംബ്രിഡ്ജോ അവിടെ എല്ലാം എത്തിയാണ്. അപ്പോൾ ഈ മദറിനെ കാണിച്ച യൂറോപ്പ് US പോകണമുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും പഠിച്ച് അല്ലേ, ഇത്ര PhD ലെവൽ നോളജ് എല്ലാത്തിലും കാര്യത്തിലും യു ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനെ പഠിച്ച ഒരാള് ഇങ്ങനെ ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഒരു കോമാളി ആക്കിയതാണ്, ആയതല്ല. ഓക്കെ, ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അവർക്ക് അറിയില്ല. ഇപ്പൊ എന്നെ കളിയാക്കി കൊണ്ട് പെൺകുട്ടികളൊന്നും തന്നെ ആദ്യത്തെ 6 അടിക്കാനും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് യൂട്യൂബ് ചാനലിലെ കാര്യമോ 31K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിൽ 42K, ഇതൊന്നും പലർക്കും അറിയുള്ളൂ ഇല്ല. ഇതിപ്പോ പല മീഡിയയും പല ആൾക്കാരും നമ്മളെ ആ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളൊരു ആക്ടർ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ നമ്മൾ പുറകെ വെയിറ്റ് ചെയ്യാം, ആ സെലിബ്രിറ്റി സംസാരിച്ച് വേറെ ആൾ വരാൻ വേണ്ടി. ഇവരെന്താ കാണിക്കും, ഞാൻ ആ സെലിബ്രിറ്റി വായി നോക്കി അവിടെ ഇരിക്കുകയാണ് പറഞ്ഞാൽ എന്ത് ചെയ്യാം. ആ സെലിബ്രിറ്റി വേറെ ആൾ സംസാരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ സംസാരിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊജക്റ്റിന് എന്താണ്, നമ്മൾ വായി നോക്കിയിരിക്കുകയാണ് ആ സെലിബ്രിറ്റി. ഇങ്ങനെയുള്ള ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ മീഡിയ കുറ്റം പറ്റ കാര്യമില്ല, കാരണം അവർക്ക് വയറ്റിൽ ജീവിക്കണം. അവർ ഇപ്പം നല്ലതാണ് ആൾക്കാർക്ക് വേണമെങ്കിൽ അവർ നല്ലത് കാണിച്ചാണ്, നെഗറ്റീവ് കാണിക്കുന്ന അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ പറഞ്ഞു വിശന്ന് കെട്ടാൽ കുഴപ്പമില്ല, ആ ഒരു അവസ്ഥയാണ്. നെഗറ്റീവ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്, കോമാളിയെ കാണിച്ചിരിക്കുന്നത്.
പെരേരയുടെ പടം കോമാളിത്തരം കാണിച്ചാണ് കോമാളി ചെയ്തത്. ഞാൻ ഒന്നും കാണിക്കാതെ കോമാളി അല്ല, അതൊക്കെ വളരെ ബ്ലാൻഡ് അല്ല. പെരേര ബ്ലാൻഡ് ആണ്. ഞാൻ നാച്ചുറൽ ആയിട്ട് പറഞ്ഞാണ്. ഇപ്പൊ അമേസിംഗ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ ഒരു മമ്മൂട്ടി ഫാനാണ്. പുള്ളി നാച്ചുറലി പറഞ്ഞു, പുള്ളി അതേപോലെ പോയി. എന്നാലും ഇപ്പൊ ഈ ഒരു ആറാടുകയാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ പുതിയ വേർഡ് പോലെയാണ്. പണ്ട് ചെത്തായിരുന്നു, പിന്നെ അടിപൊളിയായി, പിന്നെ ഇപ്പൊ ആറാടുകയാണ്. ഫുട്ബോൾ ലീഗിന് പോലും പറയണ്ടായി. ഇപ്പൊ ആ ഒരു വേർഡ് അതിനുശേഷം പിന്നെ ആറാട്ടണെന്ന് വന്നു, പിന്നെ പെരേര വന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട്. ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ ഈ റിവ്യൂ ശരിക്ക് റിവ്യൂ അല്ല നടക്കുന്നത്. അതാ ഞാൻ ചോദിക്കാൻ ഒരു വേറും കോമാളിത്തരമാണ്. ഓരോ ആഴ്ച പുതിയ ആൾക്കാർ വരികയാണ്. ഇവര് റിവ്യൂ ഒന്നും കാണിക്കുന്നില്ല. കിംബോയ് പോയ ആൾക്കാർ കൈകാല ആക്ഷൻ കാണിക്കുന്നത് എന്ത് റിവ്യൂ ആണ്? ഇവർക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവിടെ നടക്കുന്ന ശുദ്ധ കോമാ. അത് തുടക്കം കുറച്ച് പേരെ തന്നെയാണ് കോമാളിത്തം കാണിച്ചത്. ഇപ്പൊ റിവ്യൂ ഒന്നും നടക്കുന്നത്. ഈവൻ ഇപ്പൊ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ ആൾക്കാർക്ക് ഇപ്പൊ ഉണ്ണിലോക റിവ്യൂവിനെക്കാളും ഇഷ്ടം അശ്വിൻ ഗോക്ക് റിവ്യൂ. കാരണം അശ്വിൻ ഗോക്ക് കുറച്ച് കോമാളിത്തം കാണിക്കും. ഇതല്ലേ, കാരണം ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയായി മാറിയിരിക്കുകയാണ്. അല്ലാതെ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായമോ അതിൻ്റെ വിശകലനോ റിവ്യൂ ഒന്നല്ല. ഇപ്പൊ ആറാട്ടനെ എപ്പോഴും എന്താണോ ശരിക്കത്തെ റിവ്യൂ അത് തന്നെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സിനിമയെ നന്നായി കാണിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അല്ല അങ്ങനെയല്ല. എന്റെ അഭിപ്രായം നിഷ്പക്ഷമായിട്ട് എന്റെ അഭിപ്രായം പറയാറുണ്ട് പോസിറ്റീവായിട്ട്. അല്ലാതെ ഞാൻ ആരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ആരുടെയും കാശ് വാങ്ങിച്ചിട്ടില്ല. ഇതുവരെ റിവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല, ഇന്റർവ്യൂവിന് വാങ്ങിച്ചിട്ടില്ല. അല്ല, ഇനിയിപ്പോ അവസരങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞാല് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടെന്നാ പറഞ്ഞത്. എപ്പോഴും എന്താണ് സത്യം എനിക്ക് തോന്നിയ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ആർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പലപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പല ആൾക്കാർ റിവ്യൂ കൊടുക്കാൻ പെരേര ഉൾപ്പെടെ പലരും റിവ്യൂ കൊടുക്കുന്നത് പോസിറ്റീവ് മാത്രമാണ്. ഒരു എത്ര മോശപ്പെടാണെങ്കിലും പോസിറ്റീവ് കൊടുക്കും. ശരിക്കും അങ്ങനെ കൊടുക്കുന്നത് ശരിയാണ്. അത് ജനങ്ങളെ പറ്റിക്കുകയാണ് ആക്ച്വലി. കാരണം അവർക്ക് സിനിമയിൽ കയറണം, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സിനിമയിൽ കയറണം സ്വാർത്ഥ താല്പര്യം വേണ്ടി അവർ പോസിറ്റീവ് പറയാണ്. പക്ഷെ അത് ജനങ്ങളെ ബാധിക്കുന്നു. അവർ ജനങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഇപ്പൊ ആറാടുകയാണ് അല്ലെങ്കിൽ ആറാട്ട് അണ്ണൻ എന്ന് പേര് വരുന്ന മുന്നേ ഈ അടുത്ത് ഇപ്പൊ പൊങ്ങി വന്നൊരു സാധനമാണ് നമ്മുടെ ആ സിനിമയുടെ പുതിയ മുഖം അല്ലേ? ഞാൻ അഭിനയിച്ചിട്ടില്ല. അത് ആരെ പറഞ്ഞു? ഷെഡിൽ കൃഷ്ണയാണ് പറയുന്നു. പിന്നെ ഏതോ ഒരുത്തൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നുണ്ടോ അത് അയലാണ്. ഞാനല്ല. ശരിക്കും കമന്റ്സ് ഷെഡിൽ കൃഷ്ണ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആര് വന്നു അവൻ തന്നെയാണ് പറഞ്ഞത്. ഞാനല്ല. പക്ഷെ ശരിക്കും അതേപോലെ ഞാൻ കണ്ടു. ഞാൻ ഇത്ര നേരം ആടുന്ന പുതിയമോഹൻ 2009 ഇറങ്ങി. ആ സമയത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയമാണ്. പക്ഷെ ഞാനല്ല. ശരിക്കും തോന്നും ഞാൻ ഇത്ര നേരം സത്യം പറഞ്ഞല്ല ആരട്ടനാണ് ചോദിക്കണം എന്ന് വിചാരിച്ചു. അല്ലേ? അപ്പൊ ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് എന്തായിരുന്നു? ഒരുപാട് പേര് അയക്കണ്ടായിരുന്നു, ഒരുപാട് പേര് ഫോട്ടോ അയക്കണ്ടായിരുന്നു, ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു. പക്ഷെ ഞാനല്ല. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളാണെന്ന് പറഞ്ഞിട്ട്. ഒരാളെ പോലെ 7 പേര് ഇരിക്കുന്നത് പറയണ്ട. അതേപോലെ ഒരാളെ പോലെ 7 പേരോളാണുള്ളത്. പിന്നെ എപ്പോഴും സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ഒരാള് ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്. ഫാമിലി ഓറിയന്റഡ് അല്ല, പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ആണ്. അതാണ് പേരൻസിനോട്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ല ഫാമിലി കൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുടെ സമയമായി. എന്നാലും അമ്മ എന്ന് പറയുന്നത് അല്ല, അമ്മ മാത്രല്ല, അമ്മയും ഫാദർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഫാദറിന് ഹെൽത്തോളം വന്നപ്പോഴാണ് ഞാൻ IIT പോകാതിരുന്നത്. ഇപ്പൊ മദറിന് വേണ്ടി. നമ്മുടെ പേരൻസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇപ്പൊ എന്റെ ഫാദർ വെച്ചപ്പോ എന്റെ ഒരു ആന്റി പറഞ്ഞാണ്, സ്വന്തം പേരൻസ് ക്ഷമിക്കും, വേറെ ആരും ക്ഷമിക്കില്ല. ശരിയാണ്. എപ്പോഴും അതാണ് അവര് ക്ഷമിക്കുന്ന പോലെ വേറെ ആരും ക്ഷമിക്കില്ല. കറക്റ്റ് ആണ് പറയുന്നത്. ആ ഒരു വിഷമമുണ്ട്. അമ്മയുടെ കാലം ഇത്രനാളെ ഫാദർ മാത്രം ഉണ്ടായിരുന്നു. ഫാദർ പോയപ്പോൾ ഫാദറിന്റെ മനസ്സിലായി. പിന്നെ അമ്മയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് എപ്പോഴും അമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അമ്മയും അപ്പം രണ്ടുപേരും ഈക്വൽ ആയിരുന്നു. ഇപ്പോഴും ഫാദറിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നെ ചേച്ചി ഉണ്ടല്ലേ, സിസ്റ്റേഴ്സിലെ പുറത്താണ്. US ഡോക്ടറാണ്. രണ്ടാമത്തെ ബാംഗ്ലൂരിൽ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മയുടെ ഒപ്പം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മളിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആൾക്കാർ പല രീതിയിലാണ് പെരുമാറുക. എന്നാലും ഒരാളെ മാത്രം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ട്? അതുകൊണ്ടല്ലോ ഇപ്പൊ മോഹൻലാലിനെ എല്ലാവരും ചെയ്താൻ ചെയ്യുന്നതല്ലേ. ചെയ്താൻ മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റമല്ല പറയുന്നത്. നല്ലത് ചെയ്താലും എന്ത് ചെയ്താൽ കുറ്റമാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റി ലെവലിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് മോഹൻലാലാണ്. പുള്ളി എന്ത് ചെയ്താലും പ്രശ്നമാണ്.
ശരിക്കും ആള് അങ്ങനെ പുള്ളിയെ കുറിച്ച് പറയാം, പുള്ളി സംഖ്യയായിട്ടോ എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഫ്രണ്ട്സ് BJP ആയിരിക്കും, പക്ഷെ പുള്ളി ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. പിന്നെ പുള്ളി നായർ ലോബിയാണ്. നായർ ലോബിയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആൾ. ആൻഡി പെരുമ്പാവൂർ നായരാണ്. ഇങ്ങനെ കുറെ അടിസ്ഥാനപരമായ ആരോപണങ്ങളുണ്ട്. പുള്ളി ഒരുപാട് വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന, ലാലേട്ടന്റെ ഈ അടുത്ത് ഒരു റിലീസ് നടന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അടുത്ത കാലത്ത് നേര് മാത്രമേ ഓടിയുള്ളൂ. അല്ല, റിലീസ് ചെയ്തില്ലേ ദേവദൂതൻ? ഞാൻ കാണാൻ പറ്റില്ല, അസുഖമായിരുന്നു. വളരെ ക്ലാസിക് പടമാണ്. കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. നല്ലതായിരുന്നു, ഞാനും കണ്ടായിരുന്നു. ആ കാലത്ത് ഓടേണ്ട പടമായിരുന്നു, നല്ല പടമായിരുന്നു. കാലം തെറ്റി ഇറങ്ങിയ സിനിമ അല്ലേ? മോഹൻലാലിന്റെ മിക്ക ബെസ്റ്റ് ഫിലിംസ് അദ്ദേഹം പലതും ഫ്ലോപ്പാണ്. വലിയ ബെസ്റ്റ് ഫിലിംസ് എല്ലാം ഫ്ലോപ്പാണ്. ഇപ്പൊ നമ്മള് ഭയങ്കര ആഘോഷിക്കുന്ന സിനിമയൊക്കെ അന്ന് ഫ്ലോപ്പായിരുന്നു. സദ്യയിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അന്ന് ഒരുപാട് അന്ന് പറഞ്ഞാൽ ഒരു 4-5 പടങ്ങളൊക്കെ ഇറങ്ങണം അറ്റ് എ ടൈം. അപ്പൊ എല്ലാ പടവും ഓടില്ല. എല്ലാ പടവും നല്ലതാണ്, പക്ഷെ എല്ലാം ഓടില്ല. കാരണം 4-5 പടമൊക്കെ ഇറങ്ങണം. ഇപ്പൊ പിൻഗാമി ഫ്ലോപ്പാണ്, വിശ്വസിക്കാൻ പറ്റും. പിൻഗാമിയും തേന്മാവൻ കൊമ്പത്ത് ഒന്നിച്ചിറങ്ങിയിട്ട് തേന്മാവൻ കൊമ്പത്ത് ഓടി, പിൻഗാമി ഓടിയില്ല. 3-ാം മുറ ഓടിയിട്ടില്ല. പല പടം അക്കരക്കര ഓടിയിട്ടില്ല. തൂവാനത്ത് പോലും ഓടിയിട്ടില്ല. എത്രയോ പടങ്ങൾ ഓടാനുണ്ടോ അറിയാം. അത് കാരണം അന്ന് പടം മോശമായിട്ടല്ല, ഒരുപാട് റിലീസ് വരുമ്പോ എല്ലാം ഓടില്ല. ഇപ്പത്തേം കൊറേ തിയേറ്ററിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾക്കും ചവറ് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. മോഹൻലാൽ നല്ല വെറുതെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റില്ല പറഞ്ഞ് വെറും കച്ചറ പടങ്ങളുണ്ട്. അല്ല ഇങ്ങനെ എന്നെ വിളിച്ച് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി പോവുകയോ ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പടങ്ങളുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ക്വാളിറ്റി കുറയുന്നുണ്ട്. ഞാൻ ഈ ട്രാഫിക്കും 80s നല്ലതായിരുന്നു. പിന്നെ ട്രാഫിക്കും പുലിമുറിന്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല ന്യൂ ജനറേഷൻ പടം വന്നതായിരുന്നു. പുലിമുറി നെറ്റായോടെ പിന്നെ വീണ്ടും മാസായി. അത് 90 ട്രെൻഡാണ് ഇപ്പോഴും. ആ ട്രെൻഡ് ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല മൂവീസ് വന്നതാണ്. ട്രാഫിക് മുതലുള്ള കുറെ വന്നതാണ്. ഇപ്പൊ കുറെ ചവറ് പടം, വളരെ കുറച്ച് പടങ്ങളെ നല്ലുള്ളൂ. പക്ഷെ ഹിറ്റ് ആവുന്ന പടം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. പക്ഷെ എന്നാലിപ്പോ ഒരു പടം ഇറക്കുമ്പോ പിന്നെ വേറെ കാര്യമാണ്, ഇപ്പൊ 100 കോടി ഓടി ഒരു പടം 2 ദിവസം ഓടിയാൽ 100 കോടി എന്ന് പറയുന്നത്. അതല്ലേ ഇപ്പൊ കള്ളത്തറ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ അത്രയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കള്ളത്തറ നടക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു പടം നമ്മളിപ്പോ ഇറക്കുമ്പോ ഒരുപാട് ആൾക്കാർ എഫേർട്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇതുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്രയും ഇട്ട് ഇറക്കുമ്പോൾ പലപ്പോഴും ഒരു ക്വാളിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് പല സിനിമയും എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു നല്ല പടമാണോ ഇറക്കേണ്ടത്, അതോ ചുമ്മാ എഫേർട്ട് മാത്രം കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു? എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ബിരിയാണി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. വളരെ മോശമായിട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പിന്നെ പണ്ടല്ല പ്രൊഡ്യൂസേഴ്സ് വീട് വിറ്റയ്ക്കാണ് സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ സിനിമ പല സിനിമ ചെയ്യുന്ന ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും പെണ്ണുങ്ങൾ കൂടെ നടക്കാൻ, നടിമാരൊപ്പം നടക്കാൻ വേണ്ടി അതിൻ്റെ ഒപ്പം വളരെ ഉഴപ്പിയുടെ പടം ഷൂട്ട് ചെയ്യുക, പിന്നെ സ്ക്രിപ്റ്റ് സ്റ്റോറി കോപ്പി അടിക്കുക, ഇങ്ങനെയൊക്കെയാണ് പടം ചെയ്യുന്നത്. പിന്നെ എഫേർട്ട് പടം കാണാൻ വരുന്ന ആൾക്കാർ എഫേർട്ട് എടുത്ത കാശ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പക്ഷെ എപ്പോഴും പോസിറ്റീവ് ഒരു സിനിമ റിവ്യൂ ആണ്, അല്ല രണ്ടും പറയണം. പോസിറ്റീവ് നെഗറ്റീവ് പറയണം. എല്ലാം ഒരെണ്ണം മാത്രം പറയുന്ന റിവ്യൂ അല്ല. ചില ആൾക്കാരുടെ നെഗറ്റീവ് പറഞ്ഞ് എൻജോയ് ചെയ്യണം, അതും ശരിയല്ല. പിന്നെ പലരും ഇവിടെ പോസിറ്റീവ് പറയുന്നത് സിനിമയിൽ കയറാൻ വേണ്ടി മറ്റേക്കാം. രണ്ടും പറയണം. എന്ത് കാര്യമാണെങ്കിൽ അങ്ങനെയല്ല, എന്ത് കാര്യം പോസിറ്റീവ് നെഗറ്റീവ് ശരിയാ, കറക്റ്റ് ആണ്. ഇപ്പൊ ഒരു ആറാട്ടണ്ണൻ അല്ലെങ്കിൽ ആറാടുകയെന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് പോലെ കൊണ്ടുവന്നത് അങ്ങനെ ഒരു ഫെയിമിലോട്ട് വന്ന ആളാണല്ലോ. അപ്പൊ ആ ഫെയിം എപ്പോഴും നിലനിർത്താൻ പലപ്പോഴും ശ്രമിച്ചത് സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? സിനിമയിലൂടെ പല കാര്യം ചെയ്താറുണ്ട്. സിനിമയിലൂടെ നമ്മൾ പോപ്പുലർ ആയത്. ഞാൻ പല കാര്യങ്ങളും ഫിലോസഫി മറ്റേ കടല ചെയ്തപ്പോൾ അമ്മ പറയും എന്ത് തേങ്ങ താൻ പറയണോ, കലാമശാലോണ്ട് ഒരു ഇതല്ലേ. പിന്നെ ആൾക്കാർക്ക് അവർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ പല വീഡിയോസ് ഇടാറുണ്ട്, പക്ഷെ അതൊന്നും ട്രോൾ ആവുകയോ വൈറലൊന്നും ആവില്ല. ഇപ്പൊ ഇടക്ക് കുറെ പോസ്റ്റ് ഒക്കെ കണ്ടതാണ്, ഈ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാല് പിന്നെ കുറച്ചേരം ഇങ്ങനെ സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറട്ടണ്ണന്റെ മറ്റേ FB പോസ്റ്റിൽ ഒരു വീഡിയോ വരും അതിനെ പറ്റി സംസാരിച്ചെന്നൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് പലപ്പോഴും ആൾക്കാർ അതും വിമർശിക്കാറുണ്ട്. അപ്പൊ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ അതിനോട്? പ്രതികരിക്കാൻ പോയാൽ പിന്നെ അതിനെ സമയം കിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ലാലേട്ടൻ ആൾക്കാരും പ്രതികരിക്കാത്തത്. പ്രതികരിക്കാൻ പോയാൽ അതിനെ സമയം കിട്ടുള്ളൂ. ഞാനിപ്പോ ചെയ്യുന്ന കമന്റ്സ് വായിക്കുന്നില്ല. നമ്മൾ ആകെ ഡെസ്പായി പോകും. എത്ര നല്ല വീഡിയോ ഇട്ടാലും ആകെ ഡൗൺ ആയി പോകും. അത് തെറിവിളി മാത്രമല്ല, ഭയങ്കര കുത്തുന്ന വർത്താനമുണ്ട്. ഒരാളെ വേദനിപ്പിക്കുന്ന തെറി മാത്രമല്ല,
ശരിക്കും കുത്തുന്ന വർത്തമാനമുണ്ട്. ഏറ്റവും രസം തോന്നിയ മെച്ചുവിൻ്റെ ഭാഗനെ കുറിച്ച് പറയുമ്പോഴാണ്. അത് കുറേ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇനി ഞാൻ കമൻസ് വായിക്കുന്നില്ല, നല്ലതാണ് എന്താണെന്ന് അറിയില്ല, ഞാൻ കമൻസ് വായിക്കില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ട് കാണുമല്ലേ? ഭാഗനെ കുറിച്ചല്ല, മെച്ചുവ ഭാഗം എല്ലാവരും റെസ്പെക്ട് ചെയ്ത ഒരാള് പുള്ളിയെ കുറിച്ചല്ല ഇങ്ങനെ ഇതാണ് എന്നെ പറയണമെങ്കിൽ എന്നെ കുറിച്ച് പറഞ്ഞു. അവർക്ക് അറിയാം ഇത് പറയുമ്പോൾ ഞാൻ വേദനിക്കുമോ, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇപ്പൊ പലരും ഇടയ്ക്ക് കമന്റ്സ് പറയാറില്ലേ, ഇതൊന്നും നിർത്തിക്കൂടെ, എന്തിനാണ് ആൾക്കാർ? കുറച്ചെല്ലാം അസൂയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ പെരേരോട് അസൂയുള്ള ഒരുപാട് പേരുണ്ട്. പെരേരോട് അസൂയുള്ള ഒരുപാട് പേര്. പെരേരുടെ പ്രായം വരുന്ന പലർക്കും ഫേമസ് ആണല്ലോ. ആ ഒരു അസൂയ എന്നോട് അത്രയില്ല, എന്നാലും അസൂയ മലയാളികൾക്ക് അസൂയ കുറച്ച് കൂടുതൽ തന്നെയാണ്. അസൂയും അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ കമന്റ്സ് എല്ലാം വരുന്നതെന്ന് തോന്നുന്നത്. അല്ല, കുറെ എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ ഈ 2000 കഴിഞ്ഞ ചിലർക്ക് തമാശയാണ്, പിള്ളേർക്ക് തമാശയാണ്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തമാശയുണ്ട്, അത് ആരെങ്കിലും എടുക്കാം, ആ പ്രായത്തിന്റെ എടുക്കാം. ചിലര് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ആളുകളുണ്ട് കുറെ സാഡിസ്റ്റുകളായിട്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ച്. നമ്മളെല്ലാം ഒരു തമാശ പറഞ്ഞ സന്തോഷിപ്പിച്ച് എൻജോയ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. എനിക്ക് സംശയം വന്നില്ല, യൂട്യൂബ് ഫേസ്ബുക്കിൽ ഇത് ഇവര് ഏത് തന്നെയാണോ അല്ലെങ്കിൽ ഇവര് ജനറേറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അൽഗോരിതം ജനറേറ്റ് ചെയ്യുന്നതാണോ അറിയില്ല. കാരണം എല്ലാ സെലിബ്രിറ്റീസ് അനുഭവിക്കുന്ന കാര്യമാണ്, ഫുൾ നെഗറ്റീവാണ്. അതൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും കുറെ നെഗറ്റീവ്സ് വരും. അത് ഇട്ട ഉടനെയൊക്കെയാണ് വരുന്നത്, ഇട്ട ഉടനെ കമന്റ് വരും. ആ വീഡിയോ കാണുന്ന ഒരു 5 മിനിറ്റിൽ വീഡിയോ അല്ലെങ്കിൽ കാണാൻ സമയം വേണ്ടേ? എന്നാലും പക്ഷെ എനിക്കിത് തോന്നിയൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരു ഗുണം ഉണ്ടായത് 2010 ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് പേര് ആണെങ്കിലും ഉപയോഗിച്ചു. പക്ഷെ സിനിമയിലെല്ലാം ഒരുപാട് മോഹൻലാലിന്റെ ഒടിയൻ പല സിനിമയെല്ലാം മരക്കാനുള്ള ഭയങ്കര സോഷ്യൽ മീഡിയ അറ്റാക്ക് ആയിരുന്നു. അല്ല, ഇപ്പൊ ഒരു പൊതുവെ നോക്കുമ്പോൾ ഇപ്പൊ ഫ്ലഡ് കഴിഞ്ഞു, കൊറോണ ഡേയ്സും കഴിഞ്ഞു. ശരി, കൊറോണ ഡേയ്സിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ആക്റ്റീവായി. ആ ഒരു ടൈം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരു മനോഭാവം കൂടുതലായിട്ട് നമ്മുടെ ഓഡിയൻസിന് വന്നതെന്ന് തോന്നിയിട്ട്. അതറിയില്ല, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വൈറലായത്, അത് മുമ്പ് എനിക്കറിയില്ല. എന്തായാലും ചെയ്താണെങ്കിലും പണ്ടുപുള്ളി ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഇടുന്ന ആളാണ്. 10 വർഷമായിട്ട് പുള്ളി പണ്ടേ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ഇടുന്ന ആളാണ്. സോഷ്യൽ മീഡിയ പറഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. ഇപ്പോൾ ആറാട്ടൻ ഒരു ലാലേട്ടൻ ഫാനും കൂടി ആയിരുന്നല്ലോ. അപ്പൊ ആളുടെ ഇപ്പൊ കുറെ അപ്കമിങ് മൂവീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആളുടെ ഏറ്റവും പ്രതീക്ഷ ഇപ്പൊ പുള്ളിയുടെ സിനിമകൾ വരെ നിരാശനാണ്. ഇപ്പൊ മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. മമ്മൂട്ടിയുടെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത്, ഈവൻ ടർബോ ഓടും പുള്ളി ചെയ്തത് മാസ് ഓഡിയൻസിന് വേണ്ടിയാണ്. പുള്ളിയുടെ എല്ലാ മൂവീസും നല്ലതാണ്. ലാലേട്ടന്റെ സെലക്ഷൻ ശരിയാവണില്ല. ഇനി വരുന്ന തരുൺമൂർത്തിയുടെ പടം പ്രതീക്ഷയുണ്ട്, എമ്പുരാണല്ല. പുള്ളിക്ക് മമ്മൂട്ടിക്ക് ഇപ്പോഴും ആ സിനിമയോട് പാഷൻ ഉണ്ട്. ആ ഒരു പാഷൻ മോഹൻലാലിൽ ഇപ്പം ഇല്ല. പിന്നെ കൂടുതലുള്ള ഒരു ഗ്യാങ് ഉണ്ട്, അവരൊക്കെ തീരുമാനിക്കണം. പുള്ളി വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഫിലിം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് മുന്നിൽ വന്നു ഇപ്പൊ വയനാടിന് വേണ്ടി ചെയ്യണം. ചില ആക്ടേഴ്സ് ആണെങ്കിലും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അങ്ങനത്തെ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? അത് എന്ത് ചെയ്യാൻ, ഇവര് സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും പ്രശ്നമാണ്. ചെയ്തില്ലെങ്കിൽ കുറ്റം, ചെയ്താൽ കുറ്റം, കൊടുത്ത എമൗണ്ട് കേട്ടല്ല, ഇത്തരം പോരാ, എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടതായിരുന്നു സോഷ്യൽ മീഡിയയില്. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പൊ അടുത്ത MP ആയിട്ട് ആളിങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പൊ ആൾക്ക് ഓൾറെഡി തന്നെ BJP എന്ന് പറഞ്ഞിട്ട് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ ബാക്കി നമുക്ക് എന്താ ചെയ്യാൻ വെച്ചത് അങ്ങനെയാണ് ആള് പറഞ്ഞത്. പക്ഷെ അതും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആ ഒരു എക്സ്പീരിയൻസിൽ ആള്, അപ്പൊ നമുക്ക് സത്യാവസ്ഥ അറിയില്ല. അപ്പൊ പലപ്പോഴും ആൾക്കാരൊന്നും അറിയാണ്ട് ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി അങ്ങനെ പറയുന്നതിലും ശരിയാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലൊന്നും തോന്നിയിട്ടുണ്ടോ? സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റാണ്, ജെന്യൂൻ ആവണം. ജെന്യൂൻ ആണല്ലോ. ഇപ്പൊ ലാലേട്ടനുള്ള പണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് കാശ് പോയിട്ടുണ്ട്. ജെന്യൂനാണ് ഉറപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. ഇപ്പൊ അഖിൽമാരാറും അങ്ങനെയാണ് ഇപ്പൊ ഒരു വീഡിയോയില് പറഞ്ഞ ആള് ഡയറക്ട്ലി ചെയ്തോളാം, വീട് പണിത് കൊടുക്കാം, ഗവൺമെന്റ് ഫണ്ടിലോട്ടൊന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുടെ തീരെയും പലരും അറ്റാക്ക് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സൈബർ അറ്റാക്കല്ലേ ഉള്ളൂ, സൈബർ അറ്റാക്കല്ലേ. പക്ഷെ അവരെടുക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മനോഭാവം ആൾക്കാർ പലതും കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? വളച്ചൊടിക്കാറുണ്ട് പലതും. നമ്മൾ നല്ല ഉദ്ദേശിച്ച് ചെയ്താലും വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ട്. പകൽമാരാണ് കുറച്ച് നേരത്തെ മുന്നേ അതിനെ പറ്റി ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആരും അറിയാതെ ചെയ്യുന്നതാണ് കാര്യം. അങ്ങനെയും ചെയ്യുന്നവരുണ്ടാവാം. ഇപ്പൊ ശരിക്കും അതാണ് റിയൽ ചാറ്റ് വർക്ക്. അതേപോലെ
ആള് ഫോട്ടോ ഇട്ടായിരുന്നു സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അതിന്റെ ഇടയിലും ആൾക്കാർ സെയിം പോലെ എന്തിനങ്ങനെ അത് ഈ മലയാളികളുടെ നാവ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ തന്നെ വേറെ സ്ഥലത്താണ് ഇത്ര വൈറലായെങ്കിൽ ഇന്റലക്ച്വലായ ബുദ്ധിജീവികളായി മാറിയാണ്. ഇവിടുത്തെ ആൾക്കാർ എന്നെ കോമാളിയാക്കി. കാരണം ഇവിടുത്തെ ആളുകളുടെ മനസ്സതാണ്, അവരാരും അംഗീകരിക്കില്ല. അതാ ഞാനും ചോദിച്ചത്, ഒരു ഇന്റലക്ച്വൽ ആയിട്ട് അങ്ങനെ ഇന്റർനെറ്റ് സെലിബ്രിറ്റി ഐൻസ്റ്റൈൻ റസ്സൽ അവരെല്ലാം ഇന്റർനെറ്റ് സെലിബ്രിറ്റി അങ്ങനെ പോണ്ടാണ്. വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനെ ആയേനെ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ എന്നെ കോമാളിയാക്കി. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റൈൻ ശ്രമിച്ചത് ഞാൻ ചാർലി ചാപ്ലിൻ എന്നായി. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു സൈഡ് ഇപ്പോ സന്തോഷേട്ടൻ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അത് ഈ ഒരു സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാർ മാസാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത വിവരമില്ലാത്ത ആൾക്കാർ, ചിന്തിക്കാത്ത ആൾക്കാർ. ഈ ക്ലാസ് എന്ന് പറഞ്ഞ ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ. അവർക്ക് എന്നെ അറിയാം. ഇപ്പൊ ഈ വിവേകാനന്ദ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നോൺ ബൈ മെനി അണ്ടർസ്റ്റുഡ് ബൈ ഫ്യൂ. എന്നെ എല്ലാവർക്കും അറിയാം. ഇത് മനസ്സിലാക്കിക്കാൻ ആ ക്ലാസ് ഓഡിയൻസിന് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചില ഇന്റർവ്യൂകൾ കണ്ടിട്ട് പോസിറ്റീവ് കമൻസ് ഇടുന്നുണ്ട്, വഴിച്ച് കാണുമ്പോൾ എല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഇന്റലക്ച്വൽ ആയി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ ട്രോളിലാണ് നമ്മൾ കോമാളിയെ മാറിയത് മെയിൻലി. പിന്നെ ആദ്യകാലത്ത് വീഡിയോസ് അല്ല ഒരാളുടെ പുറകെ നിൽക്കുന്നത് മറ്റല്ല. എന്തായാലും നമ്മളത് ഭയങ്കര ഡൈയായിട്ട് പോലെ കൊണ്ട് ഒരു നാച്ചുറലായിട്ട് ചെയ്തതാണ്. പിന്നെ ഈ മലയാളികളുടെ കുഴപ്പമാണ്, ഉറങ്ങുന്നവരാണ് കുഴപ്പമില്ല, ഉണർത്താം. ഇത് ഉറക്കം നടിക്കുന്നവരാണ്. ഇല്ല ഇപ്പൊ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ പിറകെ നടക്കുന്നതല്ല. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് കുറെ വീഡിയോസിൽ, ഇപ്പൊ ആക്ട്രസിന്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാരും മാനിപ്പുലേറ്റീവ് ആണ്. അവര് മാന്യമായിട്ട് അവര് ഫ്രീ ആകുമ്പോ പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പൊ അത് മാനിപ്പുലേറ്റ് ഇപ്പൊ പലപ്പോഴും അങ്ങനെ ഞാൻ പറയാത്ത പല കാര്യം. ഒരിക്കൽ നിഖില വേമ്പിന്റെ ഞാൻ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിഖില വേമ്പിൾ വയറ് നിറച്ച് കൊടുത്തു പോകും. അവർ മര്യാദയ്ക്ക് സംസാരിച്ചതാ. പലപ്പോഴും പറഞ്ഞിട്ട് വേറെ എന്നെ കൂടെ പഠിച്ച ഒരു ആക്ടർ നല്ല അഭിനയം പറഞ്ഞപ്പോൾ ഇവർ വേറെ ഇല്ലിട്ടിരുന്നത്. പക്ഷെ അതിൽ അവരുടെ ജീവിത കുഴപ്പത്തിന് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. കാരണം നെഗറ്റീവേ ആൾക്കാരെ കാണും, അതിന് വേണ്ടിയാണ്. അപ്പം ഞാനും നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. കാരണം റീച്ച് കിട്ടുന്ന നെഗറ്റീവ് കാര്യങ്ങൾക്കാണ്. പോസിറ്റീവ്സ് മോഹൻലാൽ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന ആരും കാണില്ല. കാരണം മോഹൻലാൽ വെച്ചാൽ കുറ്റം പറഞ്ഞ രീതിയാണല്ലോ, എല്ലാവരും കാണും. അപ്പം ഇതിന്റെ മീഡിയയുടെ കുഴപ്പം നമ്മുടെ കുഴപ്പമൊന്നും അല്ല, ആളുകളുടെ കുഴപ്പമാണ്. ഇപ്പൊ ഈ അലിൻ ജോസ് എന്ന് പറഞ്ഞതും ഇങ്ങനെ പ്ലാൻ ചെയ്ത് റിവ്യൂ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആറട്ടണ്ണന് ശേഷം അലിൻ ജോസ് വന്നു, നിങ്ങളും ഒരുമിച്ച് കുറെ ഷോർട്ട് ഫിലിം അങ്ങനെ കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. മതിയായി. അപ്പൊ ഷോർട്ട് ഫിലിം കുറെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഫിലിമിലൊക്കെ നിങ്ങൾ ഒരുമിച്ചും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ പറഞ്ഞല്ലോ അലിൻ ജോസ് പ്ലാൻ ചെയ്ത് വന്നതെന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഒരേപോലെ വന്ന ഒരാളെ അങ്ങനെ എന്തുകൊണ്ടാ പറയുന്നത്? അല്ല, ഞാൻ അറിയാതെ പുള്ളി നേരത്തെ പ്ലാൻ ചെയ്ത ഒരു വർഷം കഴിഞ്ഞ് നേരെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അത് പുള്ളി സമ്മതിച്ചു കൊടുക്കണം. പുള്ളി പ്ലാൻ ചെയ്ത് നേടിയില്ലോ. അത് പുള്ളി ലക്ഷ്യം കൊണ്ട് നേടുന്നുണ്ട്. പിന്നെ പുള്ളിയെ കുറിച്ച് ഒരു ഐഡിയ ഇടണല്ലോ. പുള്ളി ചിലപ്പോൾ അവരുടെ പാവമായി തോന്നും, ചിലപ്പോൾ പുള്ളി ഭയങ്കര സെൽഫിഷായി തോന്നും. അല്ല, അറിയില്ല. എന്നാലും അലിൻ ജോസിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ആൾക്ക് തൊലിക്കട്ടി ഭയങ്കരമാണ്. എന്നെക്കാട്ട് തൊലിക്കട്ടി ഉണ്ട്. കമന്റ്സ് മുഴുവൻ വായിക്കും പുള്ളി. പിന്നെ ആരെങ്കിലും തെറി വിളിക്കാൻ വേണ്ടി വിളിക്കുന്ന പറഞ്ഞാലും പുള്ളി പോകും. തൊലിക്കട്ടി എന്നെക്കാട്ടുണ്ട്. പിന്നെ എന്നെക്കാട്ടും പ്രാക്ടിക്കലുമാണ് ആള്. അപ്പൊ എപ്പോഴെങ്കിലും ആളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ, ഇതാണ് ശരിക്കും കോമാളി തരം അങ്ങനെ തോന്നിയിട്ടില്ല? പുള്ളി ഡാൻസ് ഞാൻ പറഞ്ഞ അപസ്മാരം പഠിച്ചിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. നോർമൽ ഡാൻസ് അല്ല. ഈ തുപ്പലാണ് മണി എടുത്ത് വന്നത് ഇതാണ് വന്നത്. പുള്ളി നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഇന്ത്യൻ ടൂർ ഇറങ്ങിയപ്പോ അന്ന് വന്നില്ലേ, പുള്ളി നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഡാൻസ് അറിയാൻ എന്തോ അപസ്മാരം എന്തോ അസുഖം പിടിച്ചിട്ട് ഡാൻസ് കളിക്കുക ചാടർ പോലെയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്. അവനാണ് കോമാളിത്തം കൊണ്ടുവന്നത്. അത് അനുകരിച്ചാൻ ടൈഗർ ആണ്, കിംബോയ്, ഇവരെല്ലാം വരുന്നത്. അങ്ങനെ ചെയ്താലാണ് ഫേമസ് ആവാൻ പറ്റുള്ളൂ എന്നൊരു ആ ഒരു കോൺസെപ്റ്റ്. കാരണം എന്തെങ്കിലും അവിടെ നെഗറ്റീവാണ്, കോമാളിത്തമാണ് നെഗറ്റീവാണ്. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് അതൊരു ട്രെൻഡ് പോലെ ആയി, ട്രെൻഡായി മാറി. അത് പെരേര മൂലം അങ്ങനെ തുടങ്ങിയത്. ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇപ്പൊ പലപ്പോഴും പലരും കമന്റ് വരാൻ പറഞ്ഞു, ഓരോ ഫിലിം ഇറങ്ങുമ്പോഴും വനിതാ തിയേറ്ററിന് അവിടെ ആരും ഒരു പോസ്റ്റ് മെന്റൽ ഹോസ്പിറ്റലാണ്. ഓരോ ആഴ്ച മീഡിയക്കാർ ഓരോ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ട്രെൻഡ് സെറ്റേഴ്സ്. കിംബോയ് പിടിച്ചു കണ്ടോ. കിംബോയ് പുള്ളിക്ക് ഇൻസ്റ്റയിൽ പണ്ടേ റീച്ച് ഉണ്ട്. കിംബോയ് ഉൾക്കാടൽ കിട്ടണമാണ്. പിന്നെ തുപ്പലാണ് ഇവരുടെ ഒരു ചാൻസ് ഉണ്ട്. തുപ്പലാണെങ്കിൽ എന്നെ അടിക്കാൻ വേണ്ടി നടന്ന പാർട്ടിയാണ്. നേരിട്ട് കണ്ടപ്പോ എല്ലാം മാറി. ഇവരെല്ലാം പെരേരക്ക് ഒരു പേടിയുണ്ട്, ഭീഷണിയാവുമോ? പെരേരക്ക് ഒരു പേടിയില്ല. പിന്നെ ഇനിയിപ്പോ ഓരോ കിടക്കാച്ചി എന്തൊക്കെയോ കുറെ പേരുണ്ട്, എന്തൊക്കെയോ പേരല്ല. എല്ലാ ആഴ്ച ഓരോ മേജർ റിലീസ് ആകുമ്പോ ഓരോ ആൾക്കാർ വരിക. ഈ ഇങ്ങനെ പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോൾ എനിക്കൊരു ഭീഷണിയാവും. ഭീഷണിയല്ല, നമ്മുടെ ആൾക്കാർ അവഗണിക്കുകയാണ്. മീഡിയക്കാർ പോയി അവരുടെ പുറകെ കൊടുക്കണം, അവർക്ക് റീച്ച് വേണ്ടേ. എനിക്ക് എന്തായാലും കോമാളിത്തം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇപ്പൊ ഓക്കെ ഇനി ഇങ്ങനൊരു ഇപ്പൊ കോമാളി തരാണെങ്കിലും ഇപ്പൊ റിവ്യൂ വരുമ്പോഴും കോമാളി എന്നുള്ളൊരു അറിയാം മണപ്പൂരം ചെയ്യുന്നതാണ് അവൻ. അല്ല ഇപ്പൊ സന്തോഷത്തിനും അങ്ങനെ ഒരു ഇമേജ് വരുവാണ് ഞാൻ അങ്ങനെ കോമാളിത്തരായിട്ടും ചെയ്തിട്ടില്ല, അങ്ങനെ ആക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇനി റിവ്യൂ ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നി? അല്ല, ഇങ്ങനെ ഫെയിം കിട്ടുന്ന റെയറാണ്. ഇപ്പൊ എന്നെല്ലാം കേരളത്തിൽ മാത്രമല്ല, ത്രൂ ഔട്ട് വേൾഡ് പല കൺട്രിയിലും എല്ലാ സ്മാർട്ട് ഫോമിങ്ങിന് എല്ലാ മലയാളീസും അറിയാം. അപ്പൊ അങ്ങനെ ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫെയിം കളയാൻ താല്പര്യമില്ല. പക്ഷെ 50-50 ആണ്. സെമസ്റ്റർ പ്രതിദിനം പോലെ 50% പോസിറ്റീവ്, 50%. എനിക്കൊരു മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അവിടെ ഉള്ള ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ലുലുമാൾ കണ്ടു ഭയങ്കര ക്ഷേത്രം സംസാരിക്കും. നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഈ വിളഞ്ഞ സാധനങ്ങളാണ് നമ്മൾ കളിയാക്കി കൊണ്ട് പോകുന്നത്. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഒരിക്കൽ മൈൻഡ് ചെയ്ത് അടി കൊണ്ട് മതിയതാണ്, ഇനി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് കുറെ നിങ്ങളിപ്പോ അലൻ ജോസായിട്ടും കുറെ ഷോർട്ട് ഫിലിം അല്ലാണ്ടും കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ. ഒരടുത്തൊരു ഇന്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂല് തലകെട്ടൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷ് വർക്കിയുടെ ഒപ്പം അഭിനയിച്ച ഒരു നടി എന്നൊക്കെ പറഞ്ഞിട്ട് അലൻ ജോസ്, ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഇവര് ഈ അഭിലാഷ് ചാട്ടായിട്ട് കുറെ ഓരോ ദിവസം ഓരോ ഉണ്ടാക്കുകയല്ലേ. ബ്ലഡി നൈറ്റിൽ ഞാൻ 2 സീൻ പറഞ്ഞു പോയതാണ്. അവസാനം രാത്രി കഴിക്കാൻ വിട്ടത് അവര്. ഷോർട്ട് ഫിലിം ചെയ്തോണ്ട് ഒരു ഗുണമില്ല. കാരണം നമ്മള് ബ്ലഡി നൈറ്റിന്റെ ഡബിങ്ങിന് ഞാൻ എന്റെ കാശിൽ വാങ്ങിയിട്ടാണ് പോയത്. ഒരു ഗുണമില്ല ഷോർട്ട് ഫിലിം ചെയ്ത. പിന്നെ വേറൊരു കോൺട്രവേഴ്സി വരിക, ഡബിങ്ങിന് നടിമാര് പ്രശ്നം ഉണ്ടാക്കുക. പലയിടത്തും ഒരു കേസ് വരണ്ടായിരുന്നു. ഒരാൾ പോയി, ഞാൻ അവരൊപ്പം അഭിനയിച്ചിട്ട് പോലും ഇല്ല. എപ്പോഴും ഇവരായിട്ട് എന്തോ ബ്ലഡി നൈറ്റായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പലതും ഫെയിം കിട്ടാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്യും. ഫെയിം അല്ല, ഷോർട്ട് ഫിലിം അല്ല നിർബന്ധത്തിൽ ചെയ്തു കൊടുത്താണ്. ഇനി ചെയ്യുന്നില്ല. അല്ല, ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. കോൺട്രവേഴ്സി ഒന്നും പ്ലാൻഡ് അല്ല. അത് ഈ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഫെയിമിന് വേണ്ടിയിട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പല ആൾക്കാരും മണപ്പൂരം ഓരോ ദിവസം എണീക്കുമ്പോ ഓരോ ഐഡിയ കൊണ്ട് വരണം. രാവിലെ എണീക്കുമ്പോ ഒരു ഐഡിയ കോൺട്രവേഴ്സി ഉണ്ടാക്കണം, അങ്ങനെ പ്ലാൻ ചെയ്താണ്. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും പീക്കിൽ നിൽക്കും, പിന്നെ ഡൗൺ ആവും. ഒന്നുമില്ലാതെ എന്തെങ്കിലും വിഷയം കയറി വരും. പക്ഷെ അത് പ്ലാൻ ചെയ്ത് വന്നല്ല. സന്തോഷേട്ടനാണ് ഭയങ്കര PhD ലെവൽ ഒക്കെ ആയതുകൊണ്ട് എനിക്കുള്ള സംശയമാണേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്? ക്വാണ്ടം മെക്കാനിക്സിലും ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയും. പിന്നെ അതിന്റെ പേരിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പേരുകൾ ഉപയോഗിക്കുന്നത്, അത് പറയാൻ കൊണ്ടില്ല. ക്വാണ്ടം മെക്കാനിക്സ് ആണ് 1920s ആ സമയത്ത് വന്നതാണ്. ഫിസിക്സിൽ 2 ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, പിന്നെ ക്വാണ്ടം ഫിസിക്സ് പറയും. ക്ലാസിക്കലാണ് നമ്മൾ നേരിട്ട് നമുക്ക് കാണാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അതാണ് ആദ്യം വന്നത്, ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 1900 മാക്സ് പ്ലാങ്ക് ആണ് ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറയും. ആ റേഡിയേഷൻ ഡിസ്ക്രീറ്റ് ആണ്, ഒരു കണ്ടിന്യൂസ് അല്ല. പിന്നെ ഐൻസ്റ്റൈനിലോ അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സ് എതിരായി. ഈ അൺസർട്ടനിറ്റിക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അത് ഡിറ്റർമിനിസ്റ്റിക് ഏജ് എന്ന് പറയും. നമ്മളെ മനുഷ്യൻ ഡിറ്റർമിനിസ്റ്റിക് അല്ല, ഫ്രീ വില്ലാണ്, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യും. പ്രകൃതിക്ക് ഒരു ലോജിക് ഉണ്ട്, പ്രകൃതിക്ക് ഒരു ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉണ്ടെന്നാണ് ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഐൻസ്റ്റൈൻ ആർഗ്യൂ ചെയ്തത്. പക്ഷെ അത് എക്സ്പെരിമെന്റ് പ്രൂഫിൽ വന്നപ്പോൾ അൺസർട്ടനിറ്റി ഉണ്ട്. ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി തീരെ കംപ്ലീറ്റ് അല്ല പറഞ്ഞാൽ. പക്ഷെ ആ അൺസർട്ടനിറ്റി വരുന്നത് നേച്ചറിന്റെ ലിമിറ്റേഷനാണ്, മനുഷ്യന്റെ ലിമിറ്റേഷൻ അല്ല. മനുഷ്യന്റെ ലിമിറ്റേഷനാണ് ടെക്നോളജി ഓവർകം ചെയ്യാൻ. അപ്പോൾ അത് ഇപ്പോൾ പ്രൂവ്ഡ്. പക്ഷേ അത് ടെക്നിക്കലി സോൾവ് ആയെങ്കിലും എക്സ്പെരിമെന്റ് നടന്നെങ്കിലും ഇന്റലക്ച്വലി സോൾവ് ആയിട്ടില്ല. അപ്പോൾ അതിൽ PhD ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടുത്തെ എൻ്റെ ഗൈഡോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ആളുകൾ അത് കേട്ടിട്ട് കൂടുമില്ല. കാരണം ഇപ്പോൾ ഒരു എമേർജിങ് ഫീൽഡാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ക്വാണ്ടം ഡോട്ടർ പറഞ്ഞ എമേർജിങ് ഫീൽഡാണ്. ക്ലാസിക്കലിൽ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ ഇപ്പം അല്ല അൺസർട്ടനിറ്റി പറഞ്ഞാൽ പൊസിഷൻ മൊമെൻ്റ് എന്ന് പറയും. പൊസിഷൻ മൊമെൻ്റ് സെയിം ടൈമിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ റിയൽ ടൈം പോലെ ഇൻപുട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഔട്ട്പുട്ട് വരില്ല, ആ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുന്നതാണ് പ്ലാങ്ക് കോൺസ്റ്റന്റ്, അതിനാണ് നേച്ചറിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു അൺസർട്ടനിറ്റി. അപ്പോൾ ആ അൺസർട്ടനിറ്റിക്കായിരുന്നു ഐൻസ്റ്റൈൻ എതിർത്തത് ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില്ല. പക്ഷെ അവസാനം ഐൻസ്റ്റൈൻ പറഞ്ഞ് തെറ്റായി മാറുകയും ചെയ്തത്. വളരെ എമേർജിങ് ഫീൽഡാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പ്രോബബിലിസ്റ്റിക് എന്ന് പറയും, അൺസർട്ടനിറ്റി വരുന്നുണ്ട്. പക്ഷെ അതിന് ലോജിക്കൽ എന്ന് പറയാൻ പറ്റില്ല, അന്ന് അതിൻ്റെ ലോജിക് ഉണ്ട്, അതാണ് ക്വാണ്ടം ലോജിക്. പിന്നെ സ്കോട്ജ് കാറ്റൽ പറഞ്ഞ പാരഡോക്സൽ ഉണ്ട്. ഒരു സ്റ്റേറ്റ് മാത്രമല്ല, 2-3 സ്റ്റേറ്റുകൾ പോകും. ഒരുപാട് റിസർച്ചുകളൊക്കെ ഉണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. കഴിഞ്ഞ 100 വർഷമായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ശേഷം വേറൊരു റെവല്യൂഷൻ കണ്ടുപിടുത്തം ഫിസിക്സിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളുടെ ഒരു അക്കാഡമിക് സെറ്റപ്പ് കാരണമാണ്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ്. എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പോൾ കണ്ടുപിടിച്ചാണ് ഇപ്പോഴാണ് ടെക്നോളജിയിൽ വന്നത്. ക്ലാസിക്കൽ പണ്ടേ കണ്ടുപിടിക്കാൻ കാരണം നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതാണ് ക്വാണ്ടം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും ഈ സംഭവം ഉണ്ടെന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. ഇപ്പോൾ സബാറ്റമിക് വേൾഡ് എന്ന് പറയും. അതായത് ഇതെന്ന് പറഞ്ഞാൽ ആറ്റമിനെക്കാൾ സൈസ് കുറവ്, പ്രോട്ടോൺ ന്യൂട്രോൺ അതിൽ തന്നെ ക്വാർക്ക് എന്ന് പറയും. അതും ഡിവൈഡ് ചെയ്തിരിക്കാം. അത് ഓൾറെഡി ഫോഴ്സ് ആണ് ഗ്ലൂവോൺ എന്ന് പറയും. അതാണ് സ്ട്രോങ് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് പറയുന്നത് എലക്ട്രോമാഗ്നറ്റിക്കാണ്. ഇത് റേഡിയോ ആക്ടിവിറ്റി, പിന്നെ എലക്ട്രോമാഗ്നറ്റിക്കാണ്. ഇത് മൂന്നും ചേർന്നാണ് ക്വാണ്ടം. അത് ഗ്രാവിറ്റിയായിട്ട് ക്ലാസിക്കലായിട്ട് കമ്പൈൻ ചെയ്യണം. തിയറി ഓഫ് എവരിത്തിങ് എന്ന ക്ലാസിക്കൽ ക്വാണ്ടം കമ്പൈൻ ചെയ്യാൻ ഐൻസ്റ്റൈൻ 30 വർഷത്തോളം ശ്രമിച്ചാണ്. ഹോക്കിങ്ങും ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. പിന്നെ സയൻസിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും എവിഡൻസ് വേണം. നൊബേൽ പ്രൈസ് കൊടുക്കുമ്പോഴും മാത്സിന് നൊബേൽ പ്രൈസ് ഇല്ല, ഫീൽഡ് മെഡലാണ്. കാരണം മാത്സിന് എംപിറിക്കൽ എവിഡൻസ് ഇല്ല. ആ എവിഡൻസ് വന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഈ തിയറി ഫിസിസ്റ്റിൽ പറയും ഐൻസ്റ്റൈനെല്ലാം മാത്തമാറ്റിക്കലി ഡീൽ ചെയ്താൽ തിയറി ഫിസിസ്റ്റിലേക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഐൻസ്റ്റൈൻ നൊബേൽ പ്രൈസ് കിട്ടാൻ കാരണം പുള്ളി അത് എക്സ്പെരിമെന്റലി നേരത്തെ വേറെ ആൾ ചെയ്തതാണ്. ഹോക്കിംഗ് ഇപ്പോൾ വേം മോഡൽ പറയുന്നുണ്ട്. അന്ന് മാത്തമാറ്റിക്കൽ എവിഡൻസ് തിയറിക്കൽ എവിഡൻസ് ഉണ്ട്, പക്ഷേ എംപിറിക്കൽ എവിഡൻസ് വന്നിട്ടില്ല. സയൻസിലല്ല എവിഡൻസ് ആണ്, എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എംപിറിക്കൽ പറയും. പക്ഷെ ഫിലോസഫി മാത്സ് ലോജിക് അങ്ങനെയല്ല. അവിടെ എക്സ്പെരിമെന്റ് അല്ല, തോട്ടാണ്. അപ്പോൾ ഈ ഫിലോസഫി മാത്സ് ലോജിക് അല്ല, നോൺ സെൻസിക്കൽ, ഫാക്ച്വൽ അല്ല. ഫാക്ട് എന്ന് പറയുന്ന ഒബ്സർവേഷൻ ആണ്, റീസണിങ് അല്ല, തോട്ടല്ല. ഇപ്പൊ ഈ അരിസ്റ്റോട്ടിൽ തന്നെ ആദ്യം ഈ ഫ്രീ ഫോളിംഗ് ഉണ്ടല്ലോ, ഈ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ ഈ വെയിറ്റ് വോളിയസ് ആണ് ആദ്യം എത്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ആദ്യം പറഞ്ഞത്. അത് തോട്ടൽ എന്ന് പറഞ്ഞാണ്. പക്ഷെ അത് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഗലീലിയോ പറഞ്ഞു മറ്റേ ഫെദറാണ് ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് മോഡേൺ സയൻസ് വന്നത്. ഗലീലിയോ സയൻസിലേക്ക് എക്സ്പെരിമെന്റും മാത്സോടെ ആഡ് ചെയ്തത്. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞ എമർജിംഗ് ഫീൽഡാണ്. മാക്സ് പ്ലാങ്ക്, ഐൻസ്റ്റൈൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞാൽ മുഴുവൻ തെറ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റിസർച്ചർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും സന്തോഷ് വർക്കി എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ സയൻസിലാണോ അതോ മിത്ത് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ബിലീഫ്സിലാണോ വിശ്വസിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ രണ്ടും വേണം. കാരണം ദൈവത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് മാത്രം പറയാൻ പറ്റില്ല. കാരണം ദൈവം എംപിറിക്കലി ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. ലോജിക്കലി ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം, രണ്ടിലും പറയണ്ട. പക്ഷെ ഇതിന്റെ എല്ലാം അപ്പുറത്ത് ട്രാൻസ്ജെൻഡർ പറയും. സെൻസിനല്ല, നമ്മുടെ സെൻസ് ഓർഗൻസിന് അപ്പുറത്ത് ഉണ്ടാവായിരിക്കും. അതാണ് ഞാൻ ട്രാൻസ്ജെൻഡർ അഗ്നോസ്റ്റിസം എന്ന ടേം കോയിൻ ചെയ്തത്. ശരിക്കും ബിലീഫ് അഗ്നോസ്റ്റിസം ആണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. മിത്തെല്ലാം പറഞ്ഞാൽ കുറച്ച് ഇമാജിനേഷൻ ആണ്. പക്ഷെ എന്തൊരു ക്രിയേറ്റീവ് വർക്കിന് ഇമാജിനേഷൻ വേണം. പക്ഷേ സയൻസ് മാത്സിലെ ഇൻഡ്യൂഷൻ മാത്രം പോരാ, ലോജിക്കും വേണം, ലോജിക് അനാലിസിസും വേണം. അപ്പോൾ എനിക്ക് രണ്ടും താല്പര്യം, രണ്ടും വേണം. ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആർട്ട് ഫോം എത്തുമ്പോൾ ലോജിക് നോക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ മാത്രം മതി. രണ്ടും വേണം. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വരണമെങ്കിൽ ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ വേണം. പിന്നെ ഡേ ടു ഡേ ലൈഫ് നമുക്ക് വേണ്ട ലോജിക്കാണ്, റീസണിങ് ഒക്കെയാണ്, എല്ലാം വേണം. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻഡ്യൂഷനെ യാതൊരു വിലയും കളിപ്പിക്കുന്നില്ല. ഇവിടെ IIT പോലും പ്രോബ്ലം സോൾവിങ് മാത്രമേ ഉള്ളൂ, അവിടെ ക്രിയേറ്റീവായിട്ടൊന്നും തുടങ്ങുന്നില്ല. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. പിന്നെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയാൽ തന്നെ പല പ്രശ്നങ്ങളും മാറും. ഇവിടെ ഇപ്പോൾ പല നോളജ് ഉണ്ടാക്കുന്നില്ല, അത് ആൾക്ക് മാനസികമായിട്ട് വളർച്ച വരുന്നില്ല. അപ്പോൾ ഐൻസ്റ്റൈൻ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോളജാണ് നോക്കണം, അല്ലെങ്കിൽ മാർക്കാണ്. ഇപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, ഐൻസ്റ്റൈൻ എക്സാംസിൽ എതിരായിരുന്നു. എക്സാംസിൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശാന്തിനികേതനില്ലേ, അവിടെയൊന്നും എക്സാംസ് അല്ല. ഈ എക്സാം നോക്കി അങ്ങനെ സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 100 വർഷമായിട്ടും ഫിസിക്സിലൊന്നും റെവല്യൂഷൻ കണ്ടുപിടുത്തുണ്ടാവാത്ത. കാരണം ആൽബർട്ട് ഐൻസ്റ്റൈന് BSc മാത്സ് കഴിഞ്ഞിട്ട് പുള്ളിക്ക് MSc മാത്സ് BSc ഫിസിക്സ് കഴിഞ്ഞാൽ MSc ഫിസിക്സ് പഠിക്കാനുള്ള മാർക്കില്ലായി. പുള്ളി ഔട്ട്സൈഡ് അക്കാഡമി ചിന്തിച്ചുകൊണ്ടാണ് ഇത്ര റെവല്യൂഷനെ ചിന്തിച്ചത്. ഇപ്പം എന്നെ പോലെ ആൾക്കാർ പോലും ഞങ്ങൾ അക്കാഡമിക്സിൽ ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ടോപ്പിക്സ് എടുക്കുള്ളൂ, റെവല്യൂഷൻ ചിന്തിക്കില്ല. പക്ഷേ ഐൻസ്റ്റൈൻ ഔട്ട്സൈഡ് അക്കാഡമിക്സിലൂടെ റെവല്യൂഷൻ ചിന്തിച്ചത്. അപ്പോൾ ആ നോക്കുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഭയങ്കര മാർക്കിൽ വാങ്ങിയ പിള്ളേരുണ്ടാവും, പക്ഷെ അവർക്ക് മാനസിക വളർച്ചയില്ല. എപ്പോഴും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എല്ലാം വേണം. അതും വേണം. ലെഫ്റ്റ് ബ്രെയിൻ ലോജിക്കൽ അനാലിറ്റിക്കലാണ്, റൈറ്റ് ബ്രെയിൻ ആണ് ക്രിയേറ്റീവ്. ഇപ്പോൾ പണ്ട് MBAക്ക് പോലും കാറ്റ് എക്സാമിലല്ല ഈ ലെഫ്റ്റ് ബ്രെയിൻ മാത്രമേ മെസ്റ്റർ ചെയ്യുള്ളൂ, ഇംഗ്ലീഷ് മാത്സ് മാത്രം.
ഇപ്പോൾ MBA-ക്കാർക്കും ക്രിയേറ്റിവിറ്റി വേണം. കാരണം പുതിയതായിട്ട് ഉണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് അതിൽ ഇവിടെ കുറവാണ്. IIT പോലും കുറവാണ്. അങ്ങനെ ലാറ്ററൽ തിങ്കിങ് എന്ന് പറയും. ഇവിടെ വേർട്ടിക്കൽ തിങ്കിങ് ഉള്ളത്. ഒരു മനുഷ്യൻ ഈ ലോജിക്കും അനാലിസിസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഉണ്ടാവുന്ന ഇൻഡ്യൂഷൻ ഇമാജിനേഷൻ ആണ്. ഇൻഡ്യൂഷൻ കലാകാരന്മാർക്ക് വളരെ കൂടുതലാണ്. അത് നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഒരു തോട്ട് വരുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ 100% ബ്രെയിൻ യൂസ് ചെയ്താൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇപ്പൊ ബ്രെയിൻ യൂസേജ് കുറഞ്ഞു വരികയാണ്. ടെക്നോളജി വന്നോടെ ഇപ്പൊ ഉപയോഗിക്കാം. ഐൻസ്റ്റൈൻ പോലെ 1/11 ഉപയോഗിച്ചിട്ടുള്ളൂ. ഉപയോഗിക്കണമെങ്കിൽ ശരിക്കും ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു കാലഘട്ടം കഴിഞ്ഞ് ഇതെല്ലാം ഇത് മാറി പിന്നെ വേറെ പല ലൈഫിലേക്ക് പോവുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി വളരെ ഹൈ ആണ്. പക്ഷെ നമ്മുടെ തിങ്കിങ്ങിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഫൈനൈറ്റ് ആണ്. പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒറിജിനെ കുറിച്ച് തിയറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നുമില്ലായ്മ എന്തുണ്ടാവും, ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കണം, ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരവില്ല. അതല്ല എനിക്ക് തോന്നുന്നു ഈ കോഴിമുട്ടയുടെ ഇടയിൽ ഉള്ളു കോഴിക്കുഞ്ഞെന്ന് അത് പൊട്ടിക്കുമ്പോൾ പുറത്ത് വരുമ്പോഴാണ് പുറംലോകം അറിയുന്നത്. മേ ബി നമ്മുടെ മരണശേഷം നമുക്ക് ഇതൊരു ഉത്തരം കിട്ടാം. പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല. കാരണം നമ്മുടെ ഫൈനൈറ്റ് മൈൻഡ് കൊണ്ട് എത്ര അതിപ്പോൾ ഐൻസ്റ്റൈൻ ആയാലും ന്യൂട്ടൺ ആയാലും ആൾക്കാരും പറ്റുന്നില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കോമാളി മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു മനുഷ്യനും കൂടിയാണ്, ഒരു ഇന്റലക്ച്വൽ പേഴ്സൺ കൂടിയാണ് സന്തോഷ് വർക്കി എന്നാണ് ഇപ്പൊ നമുക്ക് തെളിയിച്ചു തന്നേക്കണത്. കാരണം ഒരു ആൾക്കും ഇത്രയും കാര്യങ്ങളും ചുമ്മാ പഠിക്കാണ്ട് എന്തായാലും മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒരു സന്തോഷ് വർക്കി എന്ന ആൾക്ക് അറിയാന്നും കൂടിയാണ് ഇപ്പൊ തെളിയിച്ചത്. ആ ഒരു പാർട്ട് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പൊ ആള് ഒരു കോമാളി മാത്രല്ല, സോറി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നെ സ്ലിപ്പ് ഓഫ് ടങ്. കോമാളി അല്ല, കോമാളി മാത്രല്ല, കോമാളി മാത്രല്ല, അത് ട്രോൾ ആവട്ടെ. കളയണ്ട. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ ഏറ്റവും വൈറലാണ് ഇതായിരിക്കും. ആള് മണ്ടർ മാത്രല്ല പൊട്ടറുമാണ് പറഞ്ഞോളെ. നിങ്ങൾ എയറിലായിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കളയുന്നുണ്ടോ, സന്തോഷ് വർക്കി എന്ന ആള് കോമാളി അല്ല, ആള് നല്ലൊരു ഇന്റലക്ച്വൽ പേഴ്സൺ ആണ്. അപ്പൊ എല്ലാരും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെ അല്ല, ആ ഒരു പാട്ട് കണ്ടാലാണ് ആളുടെ ഒരു എന്താ പറയാ, ആളുടെ എത്രത്തോളം നോളജ് ആണെന്ന്. ഇപ്പൊ എനിക്കിപ്പോ ഇത്രയും കേട്ടതിൽ തോന്നിയ ഒരു കാര്യം, യു ആർ ഗുഡ് അറ്റ് ലൈക്ക് ടീച്ചിങ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ യു ഹാവ് കേപ്പബിലിറ്റി. അപ്പൊ ആ ഒരു സംഭവം കൂടെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോമാളി ആണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. പ്രൊഫസർ ശരി, അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ട്. അപ്പൊ ജഗദീഷിന്റെ പണ്ടല്ല കാണുമ്പോൾ കോമാളി പുള്ളി അങ്ങനെയല്ല. അതുപോലെ ശ്രീനിവാസൻ എനിക്ക് വളരെ ചിന്തിക്കുന്ന നന്നായി പറയുന്നത്, ശ്രീനിവാസൻ നമ്മൾ കോമാളിയായിട്ട് വെച്ചത്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ സന്തോഷ് വർക്കി ഒരു കോമാളി അംശനോടെ ഉണ്ട്. അതെ, അത് വേറൊരു വേർഷൻ ആണ്. പക്ഷെ അത് അല്ല ശരിക്കും ഈ സന്തോഷ് പറയാണ്. അപ്പൊ ശ്രീനിവാസനും ജഗദീശനും ആൾക്കാർ തിരിച്ചറിയട്ടെ. അതെ, ഇനി ആൾക്കാരെ തിരിച്ചറിയട്ടെ എന്ന് എന്താ പറയാ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി.